ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 1 to 12. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നിന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വചനം അതിൽ നിന്ന് വായിക്കാം. 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. സ്തോത്ര. കർത്താവിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസ് വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ദൈവത്തിന് മഹത്വം. ഇന്ന് പകലിൽ നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ നോക്കിയിട്ട് എനിക്കും പൗലോസിനോടുകൂടെ ചേർന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, അങ്ങനെ ഈ കാലഘട്ടത്തിലും കുന്നത്തുകാലിൽ നിന്ന് ആമേൻ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ കാണും, ലക്ഷക്കണക്കിന് ആളുകൾ കാണും, പക്ഷെ അവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തമില്ല. ഒരു ശേഷിപ്പുണ്ട്, ഒരു ശേഷിപ്പുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. കർത്താവിന് മഹത്വം. ആ ശേഷിപ്പിനകത്ത് കയറിപ്പറ്റിയിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വരട്ടെ. ദൈവ സാന്നിധ്യത്തിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 11-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, അപ്പോസ്തലനായ പൗലോസ് എന്തിനാണ് ഈ റോമർക്ക് ലേഖനം എഴുതിയത് എന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഈ അധ്യായത്തിന്റെ അകത്താണ് ഊന്നൽ കൊടുത്ത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ദൈവജനത്തെ കൂടെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ഒരു ജാതീയ സഭയെ നമുക്ക് റോമയിൽ കാണാൻ വേണ്ടി പറ്റും. സ്തോത്രം. അവരുടെ നടുവിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരുണ്ട്, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുമുണ്ട്. എന്നാൽ ഈ ജാതികളെല്ലാം കൂടി അവരൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്തോത്രം. യഹൂദന്മാരെ ദൈവം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. സ്തോത്രം. അവരുടെ ഇടയിൽ നിന്ന് രക്ഷ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവം അവർക്ക് പകരം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് യഹൂദന് ഇനി ചർച്ചിനകത്ത് സ്ഥാനമില്ല എന്ന് ഒരു ചിന്ത സഭയ്ക്കകത്ത് ആമേൻ കടന്നുകൂടുവാനിടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ആമേൻ ഉപദേശിച്ച, അങ്ങനെ പറഞ്ഞു പരത്തിയ ജാതികളെ ശാസിക്കാൻ കൂടിയാണ് ഈ ലേഖനം എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യഹൂദന്മാരിൽ നിന്ന് എല്ലാവരെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല? കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഒരു ജാതി എന്നോണം അവർക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രയോറിറ്റി കർത്താവ് മാറ്റി. പക്ഷേ എങ്കിലും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ജാതീയനായാലും യവനനായാലും യഹൂദനായാലും എല്ലാവർക്കും ഒരുപോലെ കടന്നു വരുവാൻ കഴിയുന്നൊരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ വർഗവ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല, ജാതി വിവേചനങ്ങളില്ല. എല്ലാവർക്കും ഒരുപോലെ കടന്നു വരുവാൻ കഴിയുന്നൊരു സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, യഹൂദന്മാരെ മുഴുവനും വെട്ടിക്കളഞ്ഞിരുന്നു എങ്കിൽ അതാ ഞാനും കാണത്തില്ലായിരുന്നല്ലോ. കാരണം ഞാനൊരു യഹൂദനാണ്, ബെന്യാമിൻ ഗോത്രത്തിനകത്ത് ജനിച്ചവനാണ്. പക്ഷെ എന്നാൽ കൃപയാൽ എനിക്ക് പറയാൻ പറ്റും, ഇന്നും കൃപയാൽ ഒരു ശേഷിപ്പ് ഉണ്ട്. സ്തോത്രം. കർത്താവിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ആ കൃപയാലുള്ള ശേഷിപ്പിനകത്താണെന്ന് നമ്മെ തന്നെ ഉറപ്പിക്കണം. പെന്തക്കോസ്ത് ഗോളം എന്ന് പറഞ്ഞൊരു വലിയ ഗോളം ഉണ്ടല്ലേ, ഒരു വലിയ ഗോളമുണ്ട്. CSIക്കാരുടെ ഗോളം, മർത്തോമാക്കാരുടെ ഗോളം, ഇങ്ങനെ വലിയ വലിയ ഗോളങ്ങളുണ്ട്. ആ ഗോളത്തിനകത്തുനിന്നൊരു ശേഷിപ്പ് മാത്രമേ സ്വർഗത്തിൽ പോവൂ. സ്തോത്രം, 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 സ്തോത്രം. ഈ വാക്കുകൾ പൗലോസ് പറയുമ്പോൾ നമ്മുടെ രക്ഷ അതീവ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കണം. ഞാൻ രക്ഷയ്ക്കകത്താണോ നിൽക്കുന്നതെന്ന് അതീവ സൂക്ഷ്മമായി പരിശോധിക്കണം. കർത്താവിന് മഹത്വം. കാരണം പൗലോസ് പറയുന്നത് ഒരു ശേഷിപ്പ് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് കടക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ബുദ്ധിയുള്ളവൻ അവന്റെ നിക്ഷേപം ഭൂമിയിലല്ല സൂക്ഷിക്കുന്നത്, അവൻ സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനായിരിക്കും. സ്തോത്രം. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ? സ്വർഗത്തിൽ എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ? അക്കൗണ്ട് തുറന്നിട്ടുണ്ടോ? ഹല്ലേലൂയ.
ആരാധനയ്ക്ക് വന്നതുകൊണ്ട് കാര്യമില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? അക്കൗണ്ട് എപ്പോഴാ തുറക്കുന്നേ? സ്തോത്രം. സ്വർഗം എപ്പോഴാ തുറക്കുന്നേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോഴാ അവിടെ അക്കൗണ്ട് ഓപ്പൺ ആകുന്നേ. കർത്താവിന് മഹത്വം. സ്തോത്രം. തീരുമാനങ്ങൾ എടുക്കേണ്ടവർ തീരുമാനങ്ങളെ എടുക്കണം. കാലം അധികമില്ല, നാളത്തേക്ക് നീക്കി വെക്കരുത്. ദൈവത്തിന് മഹത്വം. പൗലോസ് പറയുക ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും ഉണ്ട്. എന്നിട്ടൊരു ഉദാഹരണം പൗലോസ് പറയുകയാണ്. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച 11:2. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അടുത്ത്, ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്തു പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഇത് ഏലിയാ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. ഏലിയാവെന്ന് കേട്ടിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. സ്തോത്രം. ആ പ്രവാചകന്റെ സ്റ്റോറി അറിയാന്നുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഇഷ്ടം പോലെ പേര് അറിയാത്തവരുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. കർത്താവിന് മഹത്വം. ഏലിയാവ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകൻ ഉണ്ടായിരുന്നു ഇസ്രായേലിനകത്ത്. സ്തോത്രം. ഈ പ്രവാചകനെ കുറിച്ച് നമ്മൾ കാണുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങളിലാണ് ഈ പറയപ്പെടുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിച്ച് പ്രാപിച്ചൊരു പ്രത്യേക കൃപ നേടി. അദ്ദേഹം നേടിയ കൃപാവരം എന്നാന്നറിയാമോ? സൂര്യനെ നോക്കിയിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞ സൂര്യൻ അവിടെ നിൽക്കും. എന്നാ പ്രവാചകനല്ലേ. കാറ്റിനോടും മഴയോടും അവിടെ നിൽക്കാൻ പറഞ്ഞ മഴ പിന്നെ പെയ്യത്തില്ല. ഈ പ്രവാചകൻ ഇസ്രായേലിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച ശക്തനായ പ്രവാചകൻ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ. സ്തോത്രം. 18-ാം അധ്യായം ആരെങ്കിലും ഒന്ന് എടുക്കാമോ? 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭരിക്കുന്ന രാജാവിന്റെ പേരാണ് ആഹാബ് രാജാവ്. ആരാ മക്കളെ പറഞ്ഞേ? ആഹാബ് രാജാവാണ് ഈ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, അഥവാ രാജ്യത്തിന്റെ രാജ്ഞിയുണ്ട്. രാജ്ഞിയുടെ പേരാണ് ഇസബേൽ. എന്താ പറഞ്ഞേ? ഇസബേൽ. ഇസബേലും ആഹാബും കൂടെ ഇസ്രായേൽ രാജ്യത്തെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു. എന്താണെന്നറിയാമോ? ബാൽ എന്ന് പറയുന്ന ഒരു ദേവന്റെ വിഗ്രഹം അവരുണ്ടാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ജനങ്ങളും ഈ ബാലിനെ നമസ്കരിക്കണം. ബാലിന് വണങ്ങാത്ത ആരെങ്കിലും കണ്ട കൊന്നുകളയാനാ പറഞ്ഞിട്ടുള്ളത്. രാജകൽപ്പനയാണ്. എന്ത് ചെയ്യണം? ബാലിനെ നമസ്കരിക്കണം. കുറെ പേര് ബാലിനെ നമസ്കരിച്ചു, നമസ്കരിക്കാത്ത കുറച്ചു പേരുണ്ടായിരുന്നു. ഈ കുറച്ചുപേരെ രക്ഷിച്ചതാരെന്ന് ചോദിച്ചാൽ ഇവരുടെ കാര്യവിചാരകനായിരിക്കുന്ന ഓബദ്യാവ് എന്ന് പറയുന്ന ഒരു ഭൃത്യനാണ് കുറച്ച് ദൈവമക്കളെ എന്ത് ചെയ്തെന്നറിയാമോ? സേഫാക്കി അവിടെ നിന്ന് മാറ്റി. ഒത്തിരി ദൈവമക്കള് അന്നൊക്കെ മരിക്കാൻ തുടങ്ങി. ഒത്തിരി യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. കാരണം ഇവര് വിഗ്രഹങ്ങളെ വണങ്ങാത്ത, വിഗ്രഹത്തിനെ സേവിക്കാത്ത ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. അവരെയൊക്കെ കൊന്നുകളഞ്ഞു. അപ്പൊ കുറച്ചുപേരെയൊക്കെ ഈ ഓബദ്യാവ് രാജാവ് അറിയാൻ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് മാറ്റി. അവരെ മാറ്റി പാർപ്പിച്ചിട്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഓബദ്യാവ് എത്തിച്ചു കൊടുക്ക പതിവായിരുന്നു. ഏലിയാവ് ഒരു 3 വർഷം മുമ്പ് അവിടെ രാജ്യത്തിൽ പ്രവചിച്ചിരുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ഇവിടെ എന്ത് ചെയ്യത്തില്ല, മഞ്ഞും മഴയും പെയ്യൂല. വർഷം 3 ആയപ്പോഴത്തേക്കും രാജ്യം മഞ്ഞും മഴയും കിട്ടാതെ വരൾച്ചയിലേക്കും ക്ഷാമത്തിലേക്കും രാജ്യം മുഴുവൻ പതിച്ചു. ഇസ്രായേലിൽ മുഴുവൻ ക്ഷാമമായി തുടങ്ങി. ശമരിയിൽ മുഴുവൻ ക്ഷാമമായി തുടങ്ങി. കന്നുകാലികളൊക്കെ ചാകാൻ തുടങ്ങി. ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്ക് വലിയ ക്ഷാമം വന്നു തുടങ്ങി. കൃഷി ചെയ്യാൻ വെള്ളമില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. സ്വാഭാവികമായിട്ട് രാജാവിനും രാജ്ഞിക്കും ആരോട് ദേഷ്യം കൂടി? ഏലിയാ പ്രവാചകനോട് ദേഷ്യം കൂടി. സ്തോത്രം. എന്നിട്ട് ആജ്ഞ പുറപ്പെടുവിച്ചു, ഏലിയാ പ്രവാചകനെ പിടിച്ചു കെട്ടി എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തരണം. അങ്ങനെ ആ ദേശത്ത് മുഴുവനും ഏലിയാ പ്രവാചകനെ തിരക്കി ആളുകൾ നടക്കുകയാണ്. സ്തോത്രം. ഈ ഏലിയാ പ്രവാചകന്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ, ദൈവം ഒരു നിയോഗത്തിന് വേണ്ടി ഏലിയാവിനെ ഒരു സ്ഥലത്തേക്ക് അയച്ചാൽ
അവിടുത്തെ ദൈവപ്രവൃത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏലിയാവിനെ ആർക്കും കാണാൻ പറ്റുകയില്ല. എവിടെയാണ് പുള്ളി പോയി ഇരിക്കുന്നതെന്നും എവിടെയാണ് പുള്ളി പ്രത്യക്ഷപ്പെടാൻ പോകുന്നതെന്നും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചില വിശ്വാസികളെ പോലെ ഒരാഴ്ച ആരാധനയ്ക്ക് വന്നാൽ പിന്നെ അടുത്ത ആഴ്ചയാണ്, അതിൻ്റെ അടുത്ത ആഴ്ച എന്നാണ് പൊങ്ങുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്തതുപോലെ ഒരു പർപ്പസിന് വേണ്ടി ദൈവം ഏലിയാവിനെ ഒരു സ്ഥലത്തേക്ക് അയച്ചാൽ പർപ്പസ് കഴിഞ്ഞ ഉടനെ പുള്ളിയെ ദൈവം അവിടെ നിന്ന് മാറ്റും. പിന്നെ മഷിയിട്ട് നോക്കിയ പുള്ളി അവിടെ കാണാൻ പറ്റുകയില്ല. അതാണ് ദൈവത്തിന്റെ പ്രവാചകന്റെ ഗുണം. ഇന്നത്തെ പ്രവാചകനായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പ്രവചിച്ച് അവിടെ ആ മീറ്റിംഗ് സക്സസ് ആയാൽ പിന്നെ പുള്ളിക്ക് തിരക്കായിരിക്കും. ഒരു ചർച്ചിൽ പോയി കഴിഞ്ഞാൽ പുള്ളി ആ ചർച്ചിനകത്ത് തന്നെ ഒരു 4 വീട്ടിനകത്ത് സ്പെഷ്യൽ മീറ്റിംഗ് വിളിക്കും. ശരിയല്ലേ? ദൈവത്തിന്റെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. ഒരിടത്ത് പോയി ദൈവത്തിന്റെ ശബ്ദം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏലിയാവിനെ തിരക്കി നടക്കുക ആളുകൾ. ഏലിയാവിനെ കാണാൻ പറ്റുന്നില്ല. എവിടെയാണ് പോയി ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, പാസ്റ്റേ ബൈബിളിനകത്ത് അന്ന് ഇതൊക്കെ നടന്നല്ലോ, ഇന്നെന്ത് ഇതൊക്കെ? നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ? ഇല്ലേ? എനിക്ക് തോന്നി ഇതൊക്കെ വായിച്ചപ്പോൾ. സ്തോത്രം. അതിന്റെ മറുപടി താഴോട്ട് വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ തന്നിട്ടേ വിടത്തുള്ളൂ. ദൈവത്തിന്റെ മഹത്വം. 1-2 വാക്യം എനിക്ക് വായിച്ചു തരണമേ. 18-ന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു തുടങ്ങി. 1-2 വായിച്ചു. അപ്പൊ 3-ാമത്തെ വർഷം ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. വായിച്ചോ. നീ ചെന്ന് രാജാവിനോട് നിന്നെ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പൊ തിരക്കി നടന്നിട്ട് അവനെ കാണാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അതുകൊണ്ട് നീ തന്നെ പോയി നിന്നെ തന്നെ ആഹാബിന് എന്ത് ചെയ്യണം, കാണിക്കണം. അടുത്ത്, ഞാൻ ഭൂതലത്തിൽ എന്ത് ചെയ്യാൻ പോവാ? മഴ പെയ്യിക്കാൻ വേണ്ടി പോവാ. സ്തോത്രം. ഇത് ആരോട് പറയണം? രാജാവിനോട് ചെന്ന് പറയണം. സ്തോത്രം. അടുത്ത് താഴോട്ട് വായിച്ചേ. കാണിക്കാൻ വേണ്ടി ഏലിയാബ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അടുത്ത് എവിടെ വരണമെന്നറിയാമോ? വാക്യം 17 വരണം. 17. ആഹാബ് ഏലിയാവിനെ കണ്ടു. സ്തോത്രം. വഴിയിൽ വെച്ച് വരുന്ന വഴിക്ക് ആരെ കാണുന്നുണ്ടെന്നറിയാമോ? ഓബദ്യാവിനെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഓബദ്യാവിനോട് പറയുകയാണ്, ദൈവം ഇതുപോലെ എന്നോട് സംസാരിച്ചിരിക്കുകയാണ്, രാജാവിനെ കാണണം, അതുകൊണ്ട് നീ പോയി രാജാവിനടുത്ത് കാര്യം പറയാൻ പറഞ്ഞപ്പോ ആമേൻ സ്തോത്രം. ഓബദ്യാവ് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ഓബദ്യാവ് പറയുകയാണ്, ഞാൻ പോയി രാജാവിൻ്റെ അടുത്ത് പറയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ കൂടെ ചോദിച്ചേ ഉള്ളൂ, എടാ ഞാൻ നിൻ്റെ കൂടെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, ഏലിയ പ്രവാചകനെ പിടിച്ചോണ്ട് വരാൻ, എന്തായടാന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, ഞാൻ തിരക്കി നടന്നിട്ട് ഇതുവരെ ഏലിയാവിനെ കണ്ടു കിട്ടിയില്ല. സ്തോത്രം. ഞാൻ പോയിട്ട് ദൈവം സംസാരിച്ചു, ഏലിയാവ് ഇത് നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം കൊല്ലുന്നത് എന്നെയായിരിക്കും. കാരണം ഞാൻ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞ ആദ്യം ആരെ കൊല്ലും? എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോ ആമേൻ സ്തോത്രം. ഏലിയാവ് ഉറപ്പ് കൊടുക്കുകയാണ്, നീ ധൈര്യമായിട്ട് ചെന്ന് പറ, ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തോട്ട് പോവില്ലെന്നാ ആമേൻ സ്തോത്രം ഏലിയാവ് പറഞ്ഞത്. കാരണം പലയിടങ്ങളിൽ നിന്നും ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി. തിരിച്ച് ആളുകൾ അവനെ പിടിക്കാൻ വരുമ്പോ എന്ത് ചെയ്യത്തില്ല? ഏലിയാവിനെ കാണത്തില്ല. സ്തോത്രം. ഇതൊക്കെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ. അങ്ങനെ 17-18 വാക്യങ്ങളിൽ വരുമ്പോൾ ആഹാബ് രാജാവിന്റെ ഫ്രണ്ടിൽ ആര് വരുന്നെന്നറിയാമോ? ഈ ഏലിയാവ് വരികയാണ്. സ്തോത്രം. ആ വാക്യം വായിച്ചേ. 17-18. ആമേൻ. രാജാവ് പ്രവാചകനെ കണ്ടപ്പോ ചോദിക്കുന്ന വാക്കാണ്. എല്ലാവരും ഒന്ന് വായിച്ചേ. അവിടെ എന്തു എഴുതിയേക്കുന്നേ? ആറിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. ആരോട് ചോദിക്കുകയാണ്? ഏലിയാവിനോട് രാജാവ് ചോദിക്കുക, നീയാണോടാ ഇസ്രായേലിനെ മുഴുവൻ കഷ്ടപ്പെടുത്തുന്നവൻ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്താ ചെയ്തേനെ? അവിടെ നിന്ന് പേടിച്ച് പറഞ്ഞ് നമ്മൾ തന്നെ പറഞ്ഞാണ്, അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ച് പോയി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, രാജാവ് എന്നോട് മാപ്പാക്കണമെന്ന് നമ്മളായിരുന്നേ പറഞ്ഞത്. പക്ഷെ ഏലിയാവ് അങ്ങനെയല്ല പറഞ്ഞത്. 18-ാം വാക്യത്തിൽ ഏലിയാവ് പറയുന്നത് എന്നാ? 18-ാം വാക്യം വായിച്ചേ. അതിന് ഏലിയാവ് പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും. ആരോടാ പറഞ്ഞേ? രാജാവിനോട്. ആരാ പറഞ്ഞേ? പ്രവാചകൻ പറയുക, ഞാനല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, നീയും നിന്റെ വീട്ടുകാരുമാണ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. താഴോട്ട് വായിച്ച്.
നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും ബാൽ വിഗ്രഹങ്ങളെ നീ സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. സ്തോത്രം. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത് ബാലിന്റെയും എല്ലാ കള്ള പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. നമുക്ക് സത്യദൈവം ആരാണെന്ന് തെളിയിക്കാം. സ്തോത്രം. നിന്റെ പ്രവാചകന്മാരെ, ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം വിളിച്ചു കൂട്ട്. ഇപ്പുറത്തെ സൈഡ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ, ഇപ്പുറത്തെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ. യഹോവയുടെ പ്രവാചകനായി ഞാനും ബാലിന്റെയും അശേരയുടെയും എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. ഏകദേശം 850 പ്രവാചകന്മാരും മറ്റേ സൈഡ്, ഏലിയാവ് ഒറ്റയൊരുത്തൻ ഇപ്പുറത്തെ സൈഡ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. നമ്മളാണെങ്കിൽ എവിടെ നിൽക്കും? ആൾക്കൂട്ടം ഉള്ളത് 850 ആമേൻ. സ്തോത്രം. എന്ത് വന്നാലും ആൾക്കൂട്ടം ഉള്ളതാണ് വിജയം. സ്തോത്രം. നമ്മളാണെന്നെങ്കിൽ അവരുടെ കൂടെ ചെന്ന് നിന്നേനെ. ഏലിയാവ് ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിന്നു. സ്തോത്രം. അവൻ്റെ ആ കരുത്ത് നോക്കിക്കൊണ്ട്, ഇതാണ് ദൈവകൃപയിൽ നിൽക്കുന്നവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പകരുന്ന കരുത്ത്. പരിശുദ്ധാത്മാവ് വന്നാൽ നീ ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കാനുള്ള ധൈര്യം ദൈവം നിന്റെ ഉള്ളിനകത്ത് പകരും. സ്തോത്രം, 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 സ്തോത്രം. നീ നിന്ന് സംസാരിക്കേണ്ട ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ തരും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, പത്രോസ് ധൈര്യപ്പെട്ടവനായി അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. കുറച്ച് അധ്യായം മുമ്പേ കണ്ടത് ഒരു പെങ്കൊച്ചിന്റെ ചോദ്യത്തിന്റെ മുമ്പേ ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞ പേടിച്ച പത്രോസിനെയാണെങ്കിൽ, ചില അധ്യായങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ഇതാ മർക്കോസിന്റെ മാളിക മുറിയിൽ അഭിഷേകം തലയിൽ വീണ പത്രോസ് അവരുടെ നടുവിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് കൂടി വന്ന ജനത്തോട് പറയുകയാണ്, ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിട്ടിരിക്കുകയല്ല. ഇതാണ് ബൈബിൾ പ്രവചനത്തിൽ, യോവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പ്രവചനത്തിന്റെ നിവർത്തി. സ്തോത്രം. കർത്താവിന്റെ മഹത്വം. ഇവിടെ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുക. അപ്പുറത്തെ സൈഡ് ആരൊക്കെയാ? ബാലിന്റെ പ്രവാചകന്മാരും അശേരയുടെ പ്രവാചകന്മാരും കൂടെ 850 പ്രവാചകന്മാർ അപ്പുറത്ത് നിൽക്കുക. ഇതാ പബ്ലിക്കായിട്ട് ഏലിയ പ്രവാചകൻ വെല്ലുവിളിച്ചിരിക്കുക. 2 തടുപ്പിച്ച കാളകളെ കൊണ്ടുവന്നു, അറുത്തു, യാഗപീഠം പണിതു. 2 യാഗപീഠം ഇതാ പണിയുകയാണ്. 2 യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ മുകളിൽ വിറകിനെ അടുക്കി വെച്ചു. കാളകളെ കൊന്നു, അതിന്റെ മാംസമെടുത്ത് യാഗത്തിന് വേണ്ടി സെറ്റാക്കി വെച്ചു. സ്തോത്രം. 25 തൊട്ട് വായിച്ചു. 25 തൊട്ട്. അപ്പോ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാളയെ തെരഞ്ഞെടുത്ത് ആദ്യത്തെ യാഗം നിങ്ങൾ നടത്താൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അധികം പേരുണ്ടല്ലോ, തീയിടാതെ ദേവന്റെ നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വിളിച്ച് അപേക്ഷിക്കണം. അടുത്ത് അവർക്ക് കൊടുത്ത കാളയെ ഒരുക്കി. അപ്പൊ അവരെ പ്രാർത്ഥന തുടങ്ങി. ഈ 880 പേരും കൂടെ വളഞ്ഞിരുന്നുകൊണ്ട് വിളിക്കാൻ തുടങ്ങി, ബാലേ ഉത്തരമരുളണമേ. ഉച്ചവരെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വിളിക്കാൻ തുടങ്ങി. ബാലേ ഉത്തരമരുളണമേ, അശേര ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാർ വിളിക്കാൻ തുടങ്ങി. ആളുകളും രാജാവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയ ആളുകളുടെ ഫ്രണ്ടിലല്ല, രാജ്യം ഭരിക്കുന്ന രാജാവ് ഇത് കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. ജനങ്ങൾ മൊത്തം താഴെ കൂടി നിൽക്കുക. സ്തോത്രം. ഒരു ചെറിയ പൊക്കത്തിലുള്ള കുന്നിന്റെ മുകളിലായി യാഗത്തിന് വേണ്ടി കൂടിയിരിക്കുന്നു. 850 പേര് കൂടിയിരുന്നുകൊണ്ട് വിളിക്കാൻ തുടങ്ങി, ബാലേ ഉത്തരമരുളണമേ. താഴോട്ട് വായിച്ചേ. ഒരു ശബ്ദമോ ഒരു ഉത്തരമോ എന്ത് ചെയ്തില്ല? ഉച്ചവരെ വിളിച്ചിട്ടും ഉണ്ടായില്ല. ഈ ഊമ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ രാവിലെ മുതൽ ഉച്ചവരെ എന്ത് ചെയ്തോണ്ടിരുന്ന? തുള്ളിച്ചാടി ആരാധിച്ചുകൊണ്ടിരിക്കുക അവന്റെ ദൈവത്തിനെ. അടുത്ത താഴോട്ട് വായിക്കുമ്പോ കാണുന്ന ഭാഗം ശ്രദ്ധിക്കണേ. ഉച്ചയായപ്പോ ഏലിയാവ് അവരെ പരിഹസിച്ചു. സ്തോത്രം. ഏലിയ പ്രവാചകൻ എന്നാ പരിഹസിച്ചെന്നറിയാമോ? താഴോട്ട് വായിക്കുമ്പോ കാണാം. ഉറക്ക വിളിക്കി. അവൻ ദേവനല്ലോ, ചിലപ്പോ ദേവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് അല്പം കൂടെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയായിരിക്കും. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുതേ, പുറത്ത് പോയിരിക്കുന്നെന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വെളിക്ക് പോയിരിക്കുകയായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? അല്പം കൂടെ ഒച്ചത്തി വിളിക്കുക. അടുത്ത് അല്ലെങ്കിൽ ചിലപ്പോ യാത്രയിൽ വല്ലതും ആര് പറയുക?
യഹോവയുടെ പ്രവാചകനായി ഏലിയാവ് അവരെ 850 പേരെയും ഇട്ട് ചൊടിപ്പിക്കുക, കളിയാക്കുക. ചിലപ്പോ ഉറങ്ങുമായിരിക്കും നിന്റെ ദൈവം. സ്തോത്രം. അവനെ ഉണർത്താൻ പറഞ്ഞു. സ്തോത്രം. ഉച്ചവരെ കടന്ന് വിളിക്കുക. സ്തോത്രം. ഇതുപോലെ ആമേൻ സ്തോത്രം. നമ്മുടെ ചുറ്റും പലരും ഇന്നും വർഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിളിച്ചോണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ വചനം പറയുന്നു, അതിനെ കണ്ണ് കൊത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. കാത് കൊത്തി വെച്ചിട്ടുണ്ട്, കേൾക്കാൻ പറ്റത്തില്ല. കൈയുണ്ട്, തൊടത്തില്ല. താഴോട്ട് വായിച്ചേ. അവിടെ അവരുടെ ആരാധനാ രീതി കണ്ടോ? അവരെന്തോ ചെയ്തത്? ഉറക്ക വിളിച്ചിട്ട് പതിവ് പോലെ രക്തമൊഴുകുവോളം വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. കർത്താവിന്റെ മഹത്വം. ഇന്നും ഇങ്ങനെയൊക്കെയുള്ള ആരാധനകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലേ? ശരീരത്തെ ദണ്ണിപ്പിക്കുക, കുന്തം കൊണ്ട് കുത്തുക, അല്ലേ? എന്നിട്ടും വിളി കേട്ടോ? വിളിയൊന്നും കേട്ടില്ല. അവര് ശരീരത്തെ എന്ത് ചെയ്തു? വാള് കൊണ്ടും കുന്തം കൊണ്ടും എന്ത് ചെയ്തു? സ്വയം മുറിവേൽപ്പിച്ചു, ദണ്ണിപ്പിച്ചു, അവരുടെ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ. സ്തോത്രം. അതുകൊണ്ടാണ് പെന്തക്കോസുകാർ പറയുന്നത്, ചുമ്മാ ഇരിക്കുന്ന കാതിലും മൂക്കിലും നിങ്ങൾ വല്ലത് വിട്ട് കുത്തി കിഴുത്ത് ഇടരുതെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നല്ലൊരു കാത് ഉണ്ടാക്കി വിട്ടു തന്നിട്ടുണ്ട്. മൂക്കിൽ 2 ഓട്ട ദൈവം തന്നെ ഇട്ടിട്ടുണ്ട്. അത് പോരാതെ 1 ഓട്ടയും കൂടെ ഇരിക്കട്ടെ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അന്യദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. ഇട്ടിരിക്കുന്നവര് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളൊക്കെ തനിയെ ഊരിക്കോളും. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. അപ്പോ ഈ ബാലിന്റെ വിഗ്രഹത്തെ, ബാലിന്റെ ദേവനെ, അന്യദേവനെ പ്രസാദിപ്പിക്കുവാൻ ഇവർ സ്വന്തം ശരീരത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? ദണ്ണിപ്പിക്കാൻ തുടങ്ങി, രക്തമൊഴുക്കാൻ തുടങ്ങി. സ്തോത്രം. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നിട്ട് അവർ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. സ്തോത്രം. പക്ഷെ ബാലിന്റെ ദൈവം എന്ത് ചെയ്തില്ല? വിളി കേട്ടില്ല. താഴോട്ട് വായിച്ചേ. ഉച്ചതിരിഞ്ഞിട്ട് അവസാനം നമ്മൾ കാണുന്നത് ഏലിയാവ് തന്റെ യാഗപീഠത്തെ ഒരുക്കാൻ തുടങ്ങി. അവരോട് പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ വിളിച്ചിട്ടും ഇതുവരെ എന്ത് ചെയ്തില്ല? നിങ്ങളുടെ ദൈവം ഇതുവരെ ഒറ്റ ദൈവം എന്ത് ചെയ്തിട്ടില്ല? വിളി കേട്ടിട്ടില്ല. യഹോവയുടെ ജനങ്ങളെല്ലാം എന്റെ പക്ഷത്തോട്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. വരേണ്ടവരെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു, ഏലിയാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാഗപീഠം എടുത്ത് പണിയാൻ പറഞ്ഞു. യാഗപീഠം എടുത്ത് പണിതു. പണിതതിന്റെ പുറത്ത് വിറകെടുക്കാൻ പറഞ്ഞു. വിറകടുക്കി. എന്നിട്ട് ഈ ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ യാഗപീഠത്തിന് ചുറ്റും ഒരു തോട് കുഴിച്ചു വെച്ചു. എന്നിട്ട് അതിനകത്ത് വെള്ളം നിറച്ചു. ഈ തോടിനകത്ത് വെള്ളം നിറച്ചു. ഈ പ്രവാചകന്മാരും ബാക്കിയുള്ളവരെല്ലാം കണ്ടോണ്ട് നിൽക്കും. 36-ാം വാക്യത്തിൽ ഒരൊറ്റ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. 18-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയുണ്ട്. എന്തുവാ ഏലിയാവ് പ്രാർത്ഥിച്ച്? 36-ാമത്തെ വാക്യമാ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിന് നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവ എനിക്ക് ഉത്തരമരുളേണം. ആമേൻ. സ്തോത്രം. ഏലിയാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ സ്പോട്ടില് സ്വർഗത്തിൽ നിന്ന് യഹോവയുടെ തീ ഇറങ്ങി യാഗപീഠവും യാഗവസ്തുവും ആ നിലവും ആ തോട്ടിനകത്തൊഴുങ്ങിയിരുന്ന വെള്ളം മുഴുവനും വറ്റത്തക്കവണ്ണം ദൈവത്തിന്റെ തീ ആ കർമ്മേലിന്റെ മല മുകളിൽ ഇറങ്ങി വന്നു. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു തുള്ളി ചോര നീ ഒഴുക്കേണ്ട കാര്യമില്ല. സ്തോത്രം. നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിന്റെ ശരീരത്തിനെ നീ മുറിക്കേണ്ട കാര്യമില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന കർത്താവ്. എവിടെയായിരുന്നു കൊണ്ട്, ഏത് വിഷയത്തിനകത്തിരുന്നു കൊണ്ടും കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നടുവിൽ സ്വർഗം ചായ്ച്ച് ഇറങ്ങി വരുവാൻ ഇന്നും ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്ന് പകലിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തൻ. ഇന്ന് പകലിലും അവൻ ജീവിക്കുന്ന ദൈവം. എത്രയൊക്കെ ദേവന്മാർ ഈ ലോകത്തിലുണ്ടെങ്കിലും അവരുടെ എല്ലാം നടുവിൽ വെച്ച് ജീവിക്കുന്ന ഒരേ ഒരു ദൈവം, തീയാൽ ഉത്തരമരുളുന്ന ഒരേ ഒരു ദൈവം. ഹതുരമനകടകൽ പ്രൗഢമാന ഹർഷനാറിയാന്തേരിയ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. ആമൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശേണമേ, അഗ്നിമഴയായി പെയ്യണമേ. ഹല്ലേലൂയ. ഏലിയാവിന്റെ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ റിസൾട്ട് ഫ്രണ്ടിൽ. ദൈവത്തിന്റെ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. ആമേ. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഏലിയാവ് പറയുകയാണ്, തീ ഇറങ്ങിയതിന് ശേഷം താഴോട്ട് വായിച്ച്, യഹോവ തന്നെ ദൈവം. ഏലിയാവ് അവരോട്, ആമേൻ. ഏലിയാവ് അടുത്ത് പറയുകയാണ്, ഈ ബാലിന്റെ പ്രവാചകന്മാരെ മൊത്തം പിടിപ്പിൻ. അടുത്ത്, ഒരുത്തനും ചാടിപ്പോരുത്. സ്തോത്രം. കള്ളപ്രവാചകന്മാരെ എല്ലാവനെയും പിടിക്കാൻ പറഞ്ഞു. ഒരുത്തനും എന്ത് ചെയ്യരുത്, രക്ഷപ്പെടരുത്. ഇടയ്ക്കൂടെ നുഴഞ്ഞു കയറി അവനത് ആരോ ഓടുന്നു, പിടിയിട അവനെ. എല്ലാവനെയും പിടിക്കാൻ പറഞ്ഞു. എല്ലാവനെയും പിടിക്കാൻ പറഞ്ഞു. സ്തോത്രം. എല്ലാവനെയും പിടിച്ചു. അവിടെ നമ്മൾ കാണുന്ന താഴോട്ട് പോകുമ്പോ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. സ്തോത്രം. പിറ്റേ ദിവസം രാജ്ഞി വിവരം അറിഞ്ഞു. വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു ഈസബേൽ. സ്തോത്രം. ആരടാ? ഏലിയാവ്. പിടിച്ചോണ്ട് വാടാ അവനെ. അവൻ എന്റെ ബാലിന്റെ പ്രവാചകന്മാർ എന്ത് ചെയ്ത് കളഞ്ഞു? കൊന്നു കളഞ്ഞല്ലേ. അവനോട് പറഞ്ഞേക്കണം, നാളെ കൃത്യം അവന്മാരെ കൊന്നതുപോലെ നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെയും നീയും കൊന്നുകളയും. സ്തോത്രം. ശക്തനായ ഉപദേശി, പാവ ഉപദേശി, ഈ വാർത്ത ചെവിയിൽ അറിഞ്ഞത് ഒറ്റ ഓട്ടം. ഒരു ചൂരച്ചെടിയുടെ തണലിൽ വന്ന് കിടപ്പായി. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചത് ശക്തമായിട്ട്, കർത്താവെ തീ ഇറങ്ങട്ടെന്ന് പറയും മുമ്പ് എന്ത് ചെയ്തു? തീ ഇറങ്ങി. പിറ്റേ ദിവസത്തെ ഉപദേശിയുടെ പ്രാർത്ഥന എന്നാണെന്നറിയാമോ? കർത്താവെ എനിക്ക് മതി, എന്നെ ഇവിടെ നിന്ന് എടുക്കണേ. ശുശ്രൂഷ വലിയ ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. കർത്താവെ എൻ്റെ തല പോകാറായി, ഇതാ ഭീഷണി എൻ്റെ തലയ്ക്ക് നേരെ വന്നിരിക്കുകയാണ്, എനിക്ക് മതി, എന്നെ എടുക്കണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. കാരണം എന്നാ? ഇന്നലെ ചെയ്തത് തകർപ്പൻ ശുശ്രൂഷ. ഇന്ന് വന്നിരുന്ന് പറയാണ്, കർത്താവെ എനിക്ക് ചാവണം, എന്നെ അങ്ങ് എടുത്തോ, എനിക്ക് മതി, എനിക്ക് മതി, ഞാൻ ചാവാൻ പോണു. അവിടെ ദൈവം എന്നെ വിട്ടില്ല. തൻ്റെ ദൂതനെ അയച്ച് അവിടെ നിന്ന് ശക്തീകരിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാചകം കൂടെ ഉണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് എഴുന്നേറ്റിരുന്ന് ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. 19 അധ്യായത്തിൻ്റെ 14 വാക്യം. 19 അധ്യായം അതിൻ്റെ 14 വാക്യം. ഏലിയാവ് പറയണത് കേൾക്കണേ. അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ
ദൈവത്തെ ഉപേക്ഷിച്ചു, യാഗപീഠങ്ങളെ ഇടിച്ചു, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തം മാത്രം ഇപ്പോ ഉണ്ട്, ശേഷിച്ചിരിക്കുന്നു. കർത്താവേ, എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുത്തം മാത്രം ഉണ്ട്. സ്തോത്രം. ദൈവം ഇതെല്ലാം കേട്ടിരുന്നിട്ട് 18-ാം വാക്യത്തിൽ മറുപടി കൊടുക്കുകയാണ്. ദൈവം പറയുന്നത് എന്നാന്നറിയാമോ? 18-ാം വാക്യം വായിച്ച്. ആ ആ ആ സ്തോത്രം. അപ്പൊ ദൈവം ആമേൻ ഏലിയാവിനോട് പറയുക, നീ എന്താടാ പേടിക്കുന്നേ? നീ വിചാരിക്കുന്ന നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാ? എടാ, നീ ഒറ്റയ്ക്കല്ലടാ. ബാലിനെ ചുംബിക്കാത്ത, ബാലിന് മുട്ടുമടക്കാത്ത ഒരു 7000 പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. നീ വിചാരിച്ചിരിക്കുന്ന നീ മാത്രമേ ഉള്ളൂ, നിന്നെയും കൂടെ കൊന്ന യഹോവയുടെ നാമം ഇവിടെ തീരുവെന്നാണോ? സ്തോത്രം. നീ വിചാരിച്ചിരിക്കുന്ന ഇനിയിപ്പോ ആമേൻ ഞാൻ മാത്രമുണ്ട് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം, ഞാനും കൂടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനിയിപ്പോ. സ്തോത്രം. കർത്താവേ, ഈ ദേശത്ത് എന്റെ വീട് മാത്രം ആരാധന നടത്താൻ ഉണ്ട്, ഞാനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. അപ്പൊ ദൈവം പറയുകയാണ്, നീ ഒരാളെ ഉള്ളൂ എന്നുള്ളത് നിന്റെ ഭാഗ്യം. എനിക്ക് നീ അറിയാത്ത വേറെ 7000 കുടുംബങ്ങൾ ഉണ്ട്. നിന്റെ പദ്ധതികളല്ല എൻ്റെ പദ്ധതികൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ. ബാലിന് മുട്ടുമടക്കാത്ത വേറെ 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ചിന്തിക്കരുത്, ഞാനില്ലായിരുന്നെങ്കിൽ. ഞാനും ചിലപ്പോൾ ചിന്തിക്കും, കർത്താവേ, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കുന്നത്തുകാൽ ആരാധന നടത്തും? സ്തോത്രം. കർത്താവ് പറയണം, നീ അല്ലാതെ ഒരു 7000 പേര് എനിക്ക് വേറെ ആളുണ്ടെന്ന് നീ ചിന്തിക്കുന്ന നീ ഇല്ലെങ്കിൽ. അയ്യോ, സജിത്ത് പാർഷ വന്നില്ലായിരുന്നെങ്കിൽ, അയ്യോ ജോൺ ബ്രദർ വന്നില്ലായിരുന്നെങ്കിൽ, തങ്കദാസ് ബ്രദർ ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ കർത്താവ് പറയുക, നീ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ നീ നിൽക്കുന്നില്ലേ, അത് എന്റെ കൃപയാണ്. നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ പദ്ധതിക്കകത്താണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു ശേഷിപ്പ് എനിക്ക് എല്ലാ കാലത്തും ഉണ്ട്. ബാലിന് മുട്ട് മടക്കാത്ത, അവിടെ ഒരു വാക്കുകൂടെ എഴുതിയിട്ടുണ്ട്, ബാലിനെ ചുംബിക്കാത്ത. അങ്ങനെ ഉണ്ടോ? ആ അല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആ ഓ സ്തോത്രം. ബാലിന് മടങ്ങാത്ത മുഴങ്കാലും ബാലിനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരെനിക്കുണ്ട്. സ്തോത്രം. ചിലര് ഇത് രണ്ടും ചെയ്യും, മുട്ടും മടക്കും ചുംബനവും ചെയ്യും. ആര്? ബാലിനെ. എന്നിട്ട് ഞായറാഴ്ച എന്ത് ചെയ്യും? യഹോവാ ദൈവമാ വിശുദ്ധ ജാതിന അവനവകാശമാം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? മുട്ടുമടക്കി ആരുടെ മുമ്പേ? അടുത്ത് ബാലിന്റെ മുമ്പേ. സ്തോത്രം. കർത്താവ് പറയുക, അങ്ങനെയുള്ളവനെ അല്ല ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നത്. ബാലിന്റെ മുമ്പിൽ മടങ്ങാത്ത മുട്ടും ബാലിനെ ചുംബനം ചെയ്യാത്ത വായുള്ളൂ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ വിഗ്രഹങ്ങളെ ചുംബിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പരിപാടി നിർത്തിക്കൊള്ളണം. പൊക്കൊണ്ടിരിക്കുന്നത് ബാലിനാണ് പൊക്കൊണ്ടിരിക്കുന്നത്. നീ വിചാരിക്കും, ആമേൻ സ്തോത്രം, ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഞാൻ യേശുവിനെയാണ് എന്ത് ചെയ്തെന്ന് മുത്തുന്നതെന്ന്. ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിലും പോയി മെഴുകുതിരി കൊളുത്തി വെക്കരുത്. നമ്മുടെ കർത്താവ് മരിച്ച കർത്താവല്ല, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്. സ്തോത്രം. ബാലിന്റെ മുമ്പിൽ മടങ്ങാത്ത മുട്ടുള്ളവനെയാണ് ദൈവത്തിന് ആവശ്യം. സ്തോത്രം, 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 സ്തോത്രം. ബാലിന്റെ മുമ്പിൽ മടങ്ങാത്ത മുട്ട്, അന്യദേവന്റെ മുമ്പിൽ മടങ്ങാത്ത മുട്ട്, അന്യദേവനെ ചുംബിക്കാത്ത അതരം ഉള്ളവർ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. മുട്ടുമടക്കണം. എവിടെ അടക്കണം? നീ ഒറ്റയ്ക്കും നിന്റെ മുറിക്കകത്ത് കയറിയിരുന്ന് നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ നീ ആരുമില്ലാതിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് നീ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോ. വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് കർത്താവിനെ പാടി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചോ, വിഷയമില്ല. കർത്താവ് പറയുക, ബാലിന് പോകരുത് നിന്റെ ആരാധന. സ്തോത്രം, 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 സ്തോത്രം. വിഗ്രഹാരാധന ദൈവത്തിന് വിരോധമാണെന്ന് ഇതിലും വലിയ തെളിവ് വേറെ വേണ്ട. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്.
വിഗ്രഹാരാധനയിലും ജാതികളോടും ഇടകലർന്ന ഒരു ജനത്തെ അരിച്ചെടുക്കുന്നത് പോലെ ദൈവം അരിച്ചെടുക്കുകയാണ്. ഇന്ന് പകലിൽ കർത്താവിനോട് പറയണം, കർത്താവ് ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ഇന്ന് വെച്ച് നിർത്തും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വെച്ച് നിർത്തിക്കോണം. ബാലിന്റെ മുമ്പേ മടങ്ങാത്ത മുട്ടിനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കാൻ. ആ പള്ളി ഉണ്ടല്ലോ അവിടെ, അതിൻ്റെ ചുറ്റും എത്രയോ റൗണ്ട് മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കാൻ. എന്തിനാ? ദൈവം എന്ത് ചെയ്യുമെന്ന് അനുഗ്രഹിക്കുമോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് അനുഗ്രഹം കിട്ടിയോ? സ്വർഗം കണ്ടോ? സ്വർഗം കണ്ട്. ഒരു റൗണ്ട് തീരും മുമ്പേ സ്വർഗം കണ്ട്. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്റെ മുട്ടും മടങ്ങരുത്. അത് യേശുവിന്റെ പേരിലായാലും ദൈവത്തിന്റെ പേരിലായാലും അപ്പോസ്തലന്മാരുടെ പേരിലായാലും യേശുവിന്റെ അമ്മയുടെ പേരിലായാലും ഏത് മഹാദൈവത്തിന്റെ പേരിലായാലും അവന്റെ മുൻപിൽ നീ മുട്ടുമടക്കാൻ പോകരുതെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ അനുശാസിക്കുക. ആ വിഗ്രഹത്തിനെ എടുത്തു വെച്ച, ആ ഫോട്ടോയെ എടുത്തു വെച്ച് നീ മുത്താൻ വേണ്ടി പോകരുത്. എന്റെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. കർത്താവിന് മഹത്വം. ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഏലിയാവിനോട് പറഞ്ഞതുപോലെ ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിന്റെ അകത്തു നിന്നും ആമേൻ സ്തോത്രം ഒരു ശേഷിപ്പ് ഈ കാലഘട്ടത്തിലുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മെഷിയാനിക് ജ്യൂസ് എന്ന പേരിൽ ക്രിസ്തുവിനെ അംഗീകരിച്ച ഒരു കൂട്ടം യഹൂദന്മാർ ഇന്നും ഇസ്രായേലിലുണ്ട്. സ്തോത്രം. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം വിടാം. കർത്താവിന് മഹത്വം. നിങ്ങൾ ചോദിക്കൂലേ, ഞാനും ഈ ഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചു, കർത്താവേ, അന്ന് ഈ ഏലിയാവിനെയൊക്കെ ശക്തമായിട്ട് ഉപയോഗിച്ചതുപോലെ നമ്മുടെ പാട്ടിലൊക്കെ നമ്മൾ പാടാറുണ്ട്, കർത്താവെ തീ പോലെ, നമ്മൾ നേരത്തെ പാടിയതുപോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണം, കൊടുങ്കാറ്റായി വീശണം. കർത്താവെ, ആദിമ നൂറ്റാണ്ടിലെ അഭിഷേകം ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യണം? പകരണം. സ്തോത്രം. അതൊക്കെ നമ്മൾ പാടാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഏലിയാവിനെയൊക്കെ ഉപയോഗിച്ചതുപോലെ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആത്മാവിൽ ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് കർത്താവ് ഇടപെട്ടൊരു കാര്യം എന്നറിയാമോ? പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്. സ്തോത്രം. ഏലിയാവിന് ഇതുപോലെ തീ അയച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ വിവിധ ഭാഗങ്ങളിൽ തന്റെ പ്രവാചകന്മാരുടെ മുമ്പേ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിശയങ്ങൾ ചെയ്തിട്ടുണ്ട്, വീര്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് ജനത്തിനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് ഈ കാലഘട്ടത്തിൽ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കാതെ? ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സ്വത്രം എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ രക്ഷപ്പെടുമായിരുന്നു. സുവിശേഷം പെട്ടെന്ന് അറിയത്തില്ലയോ? വേറൊന്നും വേണ്ട, കുന്നത്തുകാലിൽ മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ മതിയല്ലോ, അവിടെ നിന്ന് ആയിരക്കണക്കിന് പേര് നമുക്ക് രക്ഷിച്ചൂടെ? സ്വത്രം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, സ്വത്രം, ദൈവത്തിന്റെ മഹത്വം, കർത്താവ് ഇങ്ങനെയൊക്കെ അത്ഭുതം നടന്നാൽ പെട്ടെന്ന് ആളുകൾ നിറയ്ക്കാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ. ഒന്നാമത്തെ മറുപടി എന്നായിരുന്നു അറിയാമോ? കർത്താവ് പറഞ്ഞു, ഇപ്പൊ നിന്റെ മേൽ ഞാൻ അഭിഷേകം പകർന്നാൽ പിറ്റേ ദിവസം തൊട്ട് ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന യേശുവിനെ ആയിരിക്കില്ല, അവിടെ ഒരു പാസ്റ്ററുണ്ട്. സ്വത്രം. ഫോക്കസ് എങ്ങോട്ട് തിരിയും? പാസ്റ്ററിലോട്ട് തിരിയും. എടാ, പഴയ നിയമ കാലഘട്ടത്തിൽ മോശയെ ഞാൻ നിർത്തിയത് എൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിർത്തിയത്. എന്ന് പറഞ്ഞാൽ മോശയെ അവരെ വഴി നടത്തിയതല്ലേ. ഫറവോന്റെ ദൈവമാക്കി മോശയെ വെച്ചു എന്ന് വരെ വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പ്രതിപുരുഷനാക്കി മോശയെ നിർത്തി. മോശയിലൂടെ പ്രവർത്തിച്ച് ജനം മോശയിങ്കലേക്ക് തിരിഞ്ഞു. മോശ അവിടെ ഹീറോ ആവുകയാണ് ചെയ്തത്. ജനം ദൈവത്തെ കണ്ടത് മോശയിലൂടെയാണ്. ഇവിടെ നമ്മളൊരു വെളിപ്പാട് കാണണം. എന്നാൽ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തെ കാണേണ്ടത് പാസ്റ്റർമാരിലൂടെയല്ല. ദൈവം ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും വലുത് ദൈവം ചെയ്തു കഴിഞ്ഞു. എന്താണെന്നറിയാമോ? നിന്നെയും എന്നെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പുത്രൻ, അവൻ ദൈവപുത്രൻ മനുഷ്യനായി താണ ലോകത്തിലേക്ക് യേശു ഇറങ്ങി വന്നു. ഇതാ സ്വർഗത്തിലിരുന്ന ദൈവം നിനക്ക് വേണ്ടി ഈ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു.
ഒരു സാധാ മനുഷ്യനായി ജീവിച്ചു. ദൈവത്തോട് നിന്നെ നിരപ്പിക്കാൻ വേണ്ടി യാഗം നടത്തി. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, രക്ഷയുടെ വാതിൽ മലർക്ക തുറന്നിട്ടു. എന്നിട്ട് കർത്താവ് പുതിയ നിയമത്തിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇനി ഏലിയാവിനെ കണ്ടതുപോലെ നിന്നെ കണ്ടിട്ടല്ല ആളുകൾ എന്നിലേക്ക് തിരിയേണ്ടത്. ദൈവം പറയുക, ഇനി കാണേണ്ടത് എൻ്റെ ഉയർത്തപ്പെട്ട പുത്രനെയാണ്. ഇനി അവർ കാണേണ്ടത് പാസ്റ്റർമാരെയല്ല, പുരോഹിതന്മാരെയല്ല, പള്ളിയിലച്ചന്മാരെയല്ല, മാനുഷിക ഹീറോകളെയല്ല ഞാൻ നിർത്തി. ഇനി ഒരേ ഒരു ഹീറോ മാത്രമേ ഉള്ളൂ. അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം, 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 സ്തോത്രം. മാനുഷിക ഹീറോകളുടെ കാലം തീർന്നു മക്കളെ. ഈ കാലഘട്ടത്തിൽ നീ ദൈവത്തോട് അടുക്കുന്നത് മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാകണം. വെളിപ്പാട് നേരെ തിരിഞ്ഞു. സ്തോത്രം. ഇനി പ്രവാചകനെ കാണിച്ചുകൊണ്ടല്ല ദൈവം തന്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത്. രക്ഷപ്പെടണമെങ്കിൽ യേശുവിങ്കലേക്ക് നോക്കണം. ഇന്ന് പകലിൽ ഈ ആരാധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ ദാസൻ എന്നുള്ള നിലയ്ക്ക്, കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ദൈവജനത്തോട് സത്യമായൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നെയല്ല, നിങ്ങൾ നോക്കേണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. രക്ഷ എന്റെ കയ്യിലല്ല ദൈവം തന്നിരിക്കുന്നത്. ആരൊക്കെ അവങ്കലേക്ക് നോക്കുമോ, ആരെല്ലാം യേശുവിങ്കലേക്ക് നോക്കുമോ, അവരെ എല്ലാം രക്ഷയുടെ പുതുവസ്ത്രം ഉടുപ്പിക്കാൻ യേശു ക്രിസ്തു മഹാപുരോഹിതനായി കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ, മകളേ, നീ മാന്യനായിടുവാ. മകനേ, മകളേ, നീ മാന്യനായിടുവാ. കാൽവരിയിൽ നിനക്കായി തകർക്കപ്പെട്ടു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ ഓർക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനേ, നീ ഓർക്കുക, നിനക്കായി തകർന്നിടുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് മനുഷ്യരെയല്ല, നമ്മെ നടത്തുന്ന ഒരു വ്യക്തികളെയുമല്ല. ഇതാ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരുവൻ ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ കാൽവരി ക്രൂശിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവൻ തകർക്കപ്പെട്ടു, അവൻ മുറിവേൽക്കപ്പെട്ടു, അടിവാങ്ങപ്പെട്ടു. എന്തിനാ? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും കർത്താവിന് കൃപയാലുള്ളൊരു ശേഷിപ്പുണ്ട്. ഇന്ന് പകലിൽ പറഞ്ഞ കർത്താവേ, ആ ശേഷിപ്പിനകത്ത് ഞങ്ങളെയും ഉൾപ്പെടുത്തിയതിനായി സ്തോത്രം. ആ ശേഷിപ്പിനകത്ത് ഞങ്ങളെയും കൂടെ കയറ്റിയതിനായി സ്തോത്രം അപ്പച്ച.